വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ മൈസൂർക്ക് പോവുകയാണ്. ഋതിക്കുട്ടിയുണ്ട്. എല്ലാവരും ഉറക്കം തെളിഞ്ഞൊരു ഇതിലാണ് നിൽക്കുന്നത്. നേരത്തെ എണീറ്റു, റെഡിയായി വന്നപ്പോഴേക്കും 6 മണി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് എല്ലാവരും. നമ്മൾ 3 ആളേ ഉള്ളൂ അല്ലേ? ശരി, ഹായ് പറ. ഇത് ഏതോ സ്ഥലം നിന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മുടെ കോയമ്പത്തൂരാണ്. ഇത് മാത്രമല്ല, കുറേ ബിൽഡിങ്സ് എന്താണ് ഒരു കൺസ്ട്രക്ഷൻസ് നിറയിച്ചുണ്ടായിരുന്നു പോണ വഴിക്ക്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയൊരു കടയായിരുന്നേ. ഇവിടെ നിന്ന് നമ്മൾ ഇഡ്ഡലിയും ഒരു വടയും പിന്നെ എനിക്കൊരു മസാല ദോശയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഋതിക്കുട്ടിക്ക് ഞാൻ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറുക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇഡ്ഡലിക്ക് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ദോശ നല്ലതായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഋതിക്കുട്ടിയെ പോണ വഴിക്ക് നല്ല ശ്രദ്ധയൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ പോയി. പിന്നെ പോകുന്ന വഴിക്ക് വഴിയെടുത്തൊരു കട കണ്ടപ്പോൾ ഇഡ്ഡലി വാങ്ങിച്ച് കൊടുത്തതായിരുന്നു. നമ്മൾ 2-3 തവണ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടെമ്പറേച്ചറും കൂടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് നാവലും പഴമൊക്കെ വാങ്ങിച്ച് കൈവച്ചു. സീസണിൽ ആദ്യത്തെ നാവലും പഴം കാണണമായിരുന്നു. അപ്പോൾ കുറച്ച് വാങ്ങിച്ച് കൈവച്ചു. പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഋതിക്കുട്ടിക്കും പനിയൊക്കെ ആയിരുന്നു. ഈ വൊമിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് രാവിലെ നേരത്തെ എണീറ്റു. 5 മണിക്ക് ഞാൻ എണീക്കുമ്പോൾ കൂടെ എണീറ്റാണ്. ഫുഡും കഴിക്കാണ്ട് 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഗ്യാസ് കയറി വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫീവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പൊക്കെ ഭയങ്കര ശോകമായിരുന്നു. നമ്മൾ ടെൻഷൻ അടിച്ചിട്ടൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്തായാലേ ഫോറിനിലൊക്കെ കാണുന്ന പോലെ ഒരു വ്യൂ ആണ് ഇതേ കാണുന്നത്. നല്ല വ്യൂസായിരുന്നു. നല്ല കാടും മലയും എല്ലാം ഉള്ളൊരു റോഡായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ അങ്ങനെ ആനിമൽസൊന്നും കണ്ടില്ല. നമ്മൾ കുറച്ച് മങ്കീസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ മധുരൈ ട്രിപ്പിലായിരുന്നു ഞാൻ തമിഴ്നാടിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കിയത്. എപ്പോഴും നല്ല ഭംഗിയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവനും. പിന്നെ ആനയുണ്ട്, ലെപ്പേർഡ് ഉണ്ട് എന്നൊക്കെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിനൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള ഭവാനിസാഗർ ഡാമിൻ്റെ അടുത്താണ്. നമ്മൾ വരുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് മീനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോസിലുണ്ട്, കാണിച്ചു തരാം. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഭവാനിസാഗർ ഡാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് ഇത്. പിന്നെ ഈ അമ്പലം ബന്നാരി മാരിയമ്മൻ ക്ഷേത്രമാണ്. നിറയെ ഭക്തർ പോകുന്ന ഒരു അമ്പലമാണിത്. സത്യമംഗലത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണിത്. ഈറോഡ് ജില്ലയിൽ തന്നെയാണ് ഇതുള്ളത്. നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടിട്ട് അങ്ങനെ പോയി. പിന്നെ നമ്മൾ അടുത്തത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമംഗലം കാട് കേട്ടിട്ടുണ്ടോ? മറ്റേ വീരപ്പനൊക്കെ ഇല്ലേ, വീരപ്പനൊക്കെ ഒളിച്ചിരുന്ന് താമസിച്ച സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ സത്യമംഗലം? ആ കാടാണ് ഈ കാട്. അപ്പോൾ നമ്മൾ അതിൽ കൂടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ പോർഷനും ഓരോ ഭംഗിയാണ്. നമുക്ക് എന്ത് ഭംഗിയായിട്ടാണുള്ളത്. ഇവിടെ ഒന്നും മനുഷ്യർ അതിക്രമിച്ച് കിടക്കാത്തത് കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ഭംഗിയായി നിൽക്കുന്നത്. വന്യമൃഗങ്ങളൊക്കെ നിറയെ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഒന്നിനെയും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ചു ദൂരം പോയപ്പോൾ ചുരം കയറേണ്ടി വന്ന്. 27 ഹെയർ പിന്നുള്ള ചുരമായിരുന്നു ഇത്. ദിമ്പം എന്നാണ് ചുരത്തിൻ്റെ പേര്. എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. എന്താ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന മരങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കോടയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വരുന്ന ടൈമൊക്കെ ആയിരുന്നു നമ്മൾ പോകുമ്പോൾ. പിന്നെ ഇങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറി മേലെ എത്തുമ്പോഴത്തേക്ക് ഒരു എന്തോ കാറ്റൊക്കെ അടിച്ചിട്ട് മുളയൊക്കെ താഴെ വീണ പോലൊരു ഏരിയ. ഉണങ്ങിയ മുളക് മുഴുവനും വീണ് കിടക്കുന്ന പോലെ ഉണങ്ങിയ കുറേ മുളയുള്ള ഒരു ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് വേണം? അപ്പൂപ്പൻ്റെ തൊപ്പി. മറ്റേ കഥയില്ലേ, അപ്പൂപ്പൻ്റെ തൊപ്പി കൊണ്ടുപോയ മങ്കീൻ്റെ കഥ? അതാണ്. ഋതിക്കുട്ടി ആ മങ്കീനെ കൊണ്ട് തൊപ്പി താന്ന് പറയുമായിരുന്നു. അപ്പം നമ്മളെ കുറച്ച് നേരം മങ്കീനെയൊക്കെ കണ്ട് നിന്നിട്ട് പിന്നെ പോയി. പിന്നെ ഇതേ കർണാടക ബോർഡർ എത്തി. ഇത്ര ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇപ്പോഴാണ് എത്തി. ഋതിക്കുട്ടി നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു, വോമിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ പനിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു. കുറച്ച് വാട്ടർ മെല്ലനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങിയതായിരുന്നു പാവം. ഈ യാത്രയെ കിട്ടിയാൽ നമുക്കൊരു ഭാഗ്യമാണ്. കബനി റിവർ കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഈ ട്രാവലിങ്ങിൽ നമുക്ക് ഒരൊറ്റ ടോളേ ഉണ്ടായിരുന്നുള്ളൂ.
50 രൂപയുടെ ടോളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കടേൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. 2 താലിയായിരുന്നു ഉണ്ടായിരുന്നത്, നോർത്ത് ഇന്ത്യൻ താലിയും സൗത്ത് ഇന്ത്യൻ താലിയും. ഇത് സൗത്ത് ഇന്ത്യൻ താലിയാണ്. ഇത് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. ആ ബൂരിയും അതിൻ്റെ കറിയൊക്കെ ആയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ അവരുടെ ആ കറിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നോർത്ത് ഇന്ത്യൻ താലിയായിരുന്നു. ഇത് നല്ലതായിരുന്നു കേട്ടോ. ഇതിൻ്റെ കറിയും സബ്ജിയും റൊട്ടിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഋതിക്കുട്ടി രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല ടയേർഡായിരുന്നു അവളും. പിന്നെ റൂമൊക്കെ എത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പോയത് ചാമുണ്ടേശ്വരി ഹിൽസിലോട്ടാണ്. മലൻ്റെ മുകളിലുള്ളൊരു അമ്പലമാണത്. അവിടുത്തെ പ്രതിഷ്ഠ ചാമുണ്ടേശ്വരിയാണ്. നമ്മളപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് താഴെ ടൗണും നമ്മൾ മൈസൂർ എത്തി മൈസൂർ ടൗണും അവിടുത്തെ പാലസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് പാലസിൽ ലൈറ്റ്സൊക്കെ ഇടും. അപ്പോൾ നമുക്ക് ഈ ഹില്ലിൻ്റെ മേലെ പാലസും ടൗണും എല്ലാം കാണാൻ നല്ല വ്യൂ ആയിരിക്കും. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിക്ക് നമുക്ക് കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ ഇറങ്ങി കണ്ടു. നമുക്ക് ഫോണിൽ അത്ര ക്ലിയറായിട്ട് പാലസൊന്നും കാണാൻ പറ്റുന്നില്ല. അതാ കാണുന്നതാണ് പാലസ്. ഫോണിൽ അത്ര ക്ലിയർ അല്ല കേട്ടോ. നമുക്ക് നേരിട്ട് നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു, ഋതിക്കുട്ടി വണ്ടിയിൽ ഉറങ്ങുമായിരുന്നു. അപ്പോൾ സുജി അവിടെ നിന്നു, ഞാൻ പോയി വ്യൂസും ഒക്കെ കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. പിന്നെ നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ സുജി ഫോൺ എടുക്കാൻ മറന്നു. അപ്പോൾ സുജി പോയി ഫോൺ എടുത്തിട്ട് വരുമ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ സ്റ്റാച്ചു ഉണ്ടല്ലോ, ഇത് മഹിഷാസുരനാണ്. മഹിഷാസുരനെ കൊന്നിട്ടുള്ള ഒരു കഥയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആളുടെ സ്റ്റാച്ചു ആണ് ഇതേ ഉള്ളത്. ഇത് കുട്ടിയോ ക്ഷീണം കൊണ്ടും ഫീവറൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് പിന്നെ ഇതേ പോയി എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഗോപുരമൊക്കെ നന്നായി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലോക്ക് റൂമിൽ വേണം ചെരുപ്പൊക്കെ വെക്കാൻ. അവിടെയൊക്കെ ചെരുപ്പൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി. പിന്നെ തിരക്ക് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പെട്ടെന്ന് കയറി കണ്ടിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ് സിസ്റ്റം, ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ കയറി ചെല്ലണത്. നമുക്കിങ്ങനെ വട്ടം ചുറ്റിയിട്ടൊന്നും പോകേണ്ടി വന്നില്ല. അപ്പം നമ്മളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരൊക്കെ പോയിട്ട് കുറേ നേരം ക്യൂ നിൽക്കില്ലേ, അതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് കയറിയിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അപ്പോഴേ നമ്മൾ കണ്ട വ്യൂ പോയിൻ്റ് എന്നുള്ള വ്യൂ ആണ്. ഇത് കുറച്ചും കൂടി ഇരുട്ടായിട്ടുള്ള വ്യൂ ആണ്. ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കാണുന്നുണ്ടോ, അതാണ് പാലസ്. നമുക്ക് അപ്പോഴേ നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്പോട്ടാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് പാലസിൽ പോകാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ട, അതാണ് പാലസ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇത് ഒരു ചുരം പോലെയാണ്. നമ്മളിങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പുറത്തെ സൈഡ് ഒരു മതിൽ പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൽ അപ്പുറത്തുകൂടെ കയറി പോകുന്ന വാഹനങ്ങൾ അതിൽ കൂടെ പോകും. വേറൊരു വഴി കൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങൾ പോകണം. നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു. നല്ല ട്രാഫിക്കൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി കൺട്രോൾ ചെയ്ത് പോകുന്നൊരു സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നോക്കി, ഈ ഒരു മലേനെയാണ് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഐഡിയ ആണ്. ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാനും ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യാനും ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് അവിടെ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ മല ഇറങ്ങിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ കയറി ചെന്ന് ബട്ടർ ഞാനും കറിയുമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കറിയിൽ ഗ്രേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചക്കറി ഇത്തിരി കുറവായിരുന്നു. പക്ഷെ ഞാനും കറിയും കുഴപ്പമുണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഇത് പോകുന്നത് ചന്തയാണ് തോന്നുന്നു. കുറേ ആടുകളിലേക്ക് വെച്ചിട്ട് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പം കച്ചവടത്തിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നതായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളത്തെ വിശേഷങ്ങളും പാലസിൽ പോകുന്നതും വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക്